കണ്ടെത്തിയിട്ടുള്ള പണമാണ്. ഇനി ബാങ്കിലേക്ക് വന്നിട്ടുള്ള ബാക്കി പണമുണ്ട്. ഈ പണം മുഴുവൻ തന്നെ അക്കൗണ്ടബിൾ ആണ്. ജൻധൻ അക്കൗണ്ടിലേക്ക് നമ്മുടെ മാതൃഭൂമിയുടെ മനോരമയുടെ ഒക്കെ പത്രത്തിൽ വാർത്ത വന്നു, ഒരു ജൻധൻ അക്കൗണ്ടിലേക്ക് 100 കോടി രൂപ ഒരു സ്ത്രീയുടെ പേര് നിക്ഷേപിച്ചിരിക്കുന്നു. അത് വൈറ്റ് മണി അല്ലല്ലോ, അല്ല ബ്ലാക്ക് മണി അല്ലല്ലോ. ഡോക്ടർ മാത്യു കുഴൽനാടൻ അത് തന്നെയാണ്, അതിൻ്റെ തുടർച്ച തന്നെയാണ് ചോദിക്കാനുള്ളത്. കാരണം 1.5 ലക്ഷത്തിൽ താഴെ അക്കൗണ്ടുകളിലായാണ് 4.5 ലക്ഷം കോടി രൂപ വന്നു ചേർന്നിരിക്കുന്നത്. തീർച്ചയായും ഇനി ഈ പറഞ്ഞതുപോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് എളുപ്പമാണ് ഈ 4.5 ലക്ഷം കോടി ആരുടേതാണ്, ആ 4.5 ലക്ഷം കോടി എങ്ങനെ വന്നു, അതിൻ്റെ സോഴ്സ് എന്താണ് എന്ന് അന്വേഷിക്കാൻ. അതിന് സോഴ്സ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പദ്ധതിയെല്ലാം പാളും എന്ന് നമുക്ക് കണക്കാക്കാം. പക്ഷേ വളരെ പെട്ടെന്ന് ഈ ഒരു പ്രഖ്യാപനത്തിന് ശേഷം വെറും 1.5 ലക്ഷം അക്കൗണ്ടുകളിലേക്ക് ഈ 4.5 ലക്ഷം കോടി എത്തുമ്പോൾ അതിൻ്റെ കണക്ക് വെളിപ്പെടുമ്പോൾ ഒരുപക്ഷെ സർക്കാർ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു നേട്ടത്തിലേക്ക് എത്തിക്കൂടായികയില്ലല്ലോ. കാരണം വലിയ പിഴയാണ് ചുമത്തുന്നത്. ഇല്ല ഹസൻ, ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ദയവായി നിങ്ങൾ സമയം തരണം, ഇല്ലെങ്കിൽ അതൊരു ശരിയായ കാര്യമായിരിക്കില്ല. MT രമേശിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എത്ര ലാഘവത്തോടു കൂടിയാണ് പറയുന്നത്. കാര്യങ്ങൾ ലഘൂകരിച്ച് വരുന്നു. ഇന്ന് ഇവിടെ എല്ലാ ATM-ലും അത്യാവശ്യം പൈസയുണ്ട്. 24,000 എന്നുള്ളതിൻ്റെ പരിധി ഒരുപക്ഷെ കൂട്ടിയേക്കാം. ഞാൻ ചോദിക്കട്ടെ, ഇത് സർക്കാർ കൊടുക്കുന്ന ഔദാര്യമാണോ? കഴിഞ്ഞ 50 ദിവസമായി ഈ രാജ്യത്തെ പൗരൻ അവൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം എടുക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കിയതാണ്. 50 ദിവസം കൊണ്ട് ഇത് പരിഹരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്നുള്ള എല്ലാ റെസ്ട്രിക്ഷൻസും എടുത്തു മാറ്റണം എന്നുള്ളതാണ്. അതല്ലാതെ ഇത് 24,000 എന്നുള്ള കുറച്ചുകൂടി ആക്കാമെന്നുള്ളത് സർക്കാരിൻ്റെ വലിയ ഔദാര്യം പോലെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള അവകാശത്തെ ഹനിച്ചുകൊണ്ട് യാതൊരു ലോജിക്കുമില്ലാതെ യാതൊരു ദീർഘവീക്ഷണവും ഇല്ലാതെ എടുത്തൊരു നടപടിയുടെ പേരിൽ രാജ്യം ഇതുപോലെ ഞെരുങ്ങുമ്പോഴാണ് നിങ്ങൾ പറയുന്നത് കാര്യങ്ങൾ ലഘൂകരിക്കപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്ര ലാഘവത്തോടുകൂടി ഇതിനെ കാണരുത്. ഒന്ന്, നിങ്ങൾ പറഞ്ഞ ലക്ഷ്യങ്ങൾ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അതിൻ്റെ ഒരു ഇതും ഗവൺമെൻറ് പോലും അവകാശപ്പെട്ടിട്ടില്ല. ഇന്ന് നിങ്ങൾ വേറെ ലക്ഷ്യങ്ങളിലേക്ക് പോവുകയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ അക്കൗണ്ടിൻ്റെ കാര്യം പറഞ്ഞു ഹർഷൻ, ശരിയാണ്. 4.5 ലക്ഷം കോടി അക്കൗണ്ടഡായി മടങ്ങി വന്നു എന്ന് പറയുന്ന ആരുടെയാണ്? ഈ രാജ്യത്തെ കോടാനുകോടി ആളുകളുടെ അക്കൗണ്ടിലൂടെ വരുന്നതുണ്ട്. 1.5 ലക്ഷം അക്കൗണ്ടുകളിൽ വന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഒരുപക്ഷെ അക്കൗണ്ട് ഉപയോഗിക്കാതിരുന്ന പല ആളുകളും കയ്യിലുണ്ടായിരുന്ന 2,000 രൂപയും 10,000 രൂപയും 15,000 രൂപയും ചിലർ 30,000 രൂപയും 1 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും ഒക്കെ ഒരുപക്ഷെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ കോടാനുകോടി ആളുകൾ ഇടുമ്പോൾ രൂപ എത്രയായി? ഇതെല്ലാം ഇൻകം ടാക്സ് റിട്ടേണിൽ പിടിക്കുമെന്ന് തോന്നുന്നുണ്ടോ? 45 കോടി അക്കൗണ്ടുകളാണ് ഇന്ത്യയിലുള്ളത്. അതിൻ്റെ 1% എന്ന് പറയുന്നത് 45 ലക്ഷമാണ്. 45 IT ഇന്നത്തെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ 60% തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചുകൊണ്ട് ഈ 4.5 കോടി 45 കോടി അക്കൗണ്ടുകൾ പരിശോധിച്ച് മുഴുവൻ ഇത് ആരോടാണ് പറയുന്ന ഹർഷൻ? ആരാണിത് വിശ്വസിക്കുക? ഞാൻ തീർച്ചയായിട്ടും കുറേ പൈസ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കുറേ സ്ക്രൂട്ടണി നടത്താൻ പറ്റും. ഒരുപക്ഷെ കുറേ പേര് പൈസ അടയ്ക്കാൻ തയ്യാറായെന്ന് വരും, കുറച്ച് പൈസ വന്നു തരും. ഇവിടെ ഏറ്റവും പ്രധാനം ദ കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും നാളുകൊണ്ട് എക്കോണമിക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു ചുരുങ്ങൽ, കൺട്രാക്ഷൻ, ഷ്രിങ്കിങ് എത്രയാണ് എന്ന് ആർക്കും പറയാൻ കഴിയുന്നില്ല. കാരണം ഈ രാജ്യത്തെ സമസ്ത മേഖലകളിലെയും ക്രയവിക്രയങ്ങളെ ഒന്നുപോലെ ബാധിച്ച ഒരു പ്രക്രിയയായി പോയി. അതിൻ്റെ ഒരു റിസൾട്ട് ഒട്ടുണ്ടാകാൻ കഴിഞ്ഞില്ല. കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസിൽ ഇതൊരു അബ്സല്യൂട്ട് സീറോയിലേക്ക് ഇതിൻ്റെ റിസൾട്ട് പോകുമെന്നാണ് ഇന്നുള്ള പ്രൊജക്ഷൻസ്. അങ്ങനെ ഇരിക്കെ ഇതിൻ്റെ അകത്ത് ഇനിയുള്ള കാലത്ത് ഇൻകം ടാക്സ് കണ്ടെത്തി ഒരു കാര്യം ഞാൻ രമേശിനോട് നേരിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾ പറഞ്ഞല്ലോ നരേന്ദ്രമോദി ഈ രാജ്യത്ത് പണം തിരിച്ചു വരില്ല എന്ന് പറഞ്ഞില്ല എന്ന്. നരേന്ദ്രമോദിയുടെ നവംബർ 8 പ്രസംഗം ഓൺലൈനിൽ അവൈലബിൾ ആണ്, താങ്കൾ പരിശോധിക്കണം. അതിൻ്റെ എനിക്ക് തോന്നുന്നു 7ാമത്തെ പാരഗ്രാഫിലായിട്ട് വരുന്നതാണ്, ഈ രാജ്യത്തെ കള്ളപ്പണക്കാർ കൂട്ടിവെച്ചിരിക്കുന്ന പണത്തിന് കേവലം കടലാസിൻ്റെ വിലയായി മാറും ഡിസംബർ 30 പ്രസംഗിച്ചത് BJPയുടെ വക്താവല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശരിയാണ്. ഗംഗയിൽ പണം ഒഴുക്കിക്കളയുന്നു എന്നത് അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം തന്നെയായിരുന്നു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ തന്നെ പണം ഒഴുക്കിയിട്ടുണ്ടല്ലോ, നമ്മൾ കണ്ടതാണല്ലോ. പണം കൊണ്ടുപോയി ബാങ്കിൽ, ഹർഷന്റെ കയ്യിൽ 5 ലക്ഷം രൂപയുണ്ട്, അത് കൊണ്ടുപോയി ബാങ്കിൽ ഇടാൻ ഹർഷന്റെ സോഴ്സ് കണക്കാൻ കഴിയില്ലെങ്കിൽ ഒന്നുകിൽ കത്തിച്ച് കളയുക, അല്ലെങ്കിൽ വെങ്കിൽ ഒഴുക്കികളെ ഒരു വഴിയുമില്ലാതെ അതൊന്ന് വ്യാജ കറൻസി ആവാം, അൺഅക്കൗണ്ടബിൾ മണി ആവാം. ഇപ്പം നേരത്തെ മാത്യു കുഴൽനാടൻ പറഞ്ഞല്ലോ, പ്രധാനമന്ത്രി പറഞ്ഞത്
നവംബർ മാസം 8 ശേഷം നിങ്ങളുടെ കൈവശമുള്ള പണം നിങ്ങളത് ബാങ്കിൽ നിക്ഷേപിച്ചില്ല എങ്കിൽ അത് കടലാസിന്റെ വില പോലെയുള്ള, അത് സത്യമല്ലേ? ബാങ്കിൽ നിക്ഷേപിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്റെ കയ്യിൽ ഇന്ന് 1000 രൂപയുണ്ട്, ഞാൻ ബാങ്കിൽ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ആ 1000 രൂപയ്ക്ക് എന്താ അത് തന്നെ പരിശോധിച്ചോ. അതായത് നിങ്ങളുടെ അത് സത്യമാണ്. 1000 രൂപയും 500 രൂപയും പിൻവലിച്ചു കഴിഞ്ഞാൽ 1000 രൂപയും പറഞ്ഞോളൂ. അല്ല, ഞാൻ പറയുന്നത് കേൾക്ക. രമേശ് ഒന്ന് കാര്യം പറയാം. പ്രധാനമന്ത്രി പറഞ്ഞത് ഈ രാജ്യത്ത് കള്ളപ്പണക്കാരൻ കൂട്ടിവെച്ചിരിക്കുന്ന കോടാനുകോടി രൂപ അതിന് കടലാസിന്റെ വിലയാകുന്ന പറഞ്ഞേ. അല്ലാണ്ട് ഞാനും നിങ്ങളും നിങ്ങളുടെയും കയ്യിലുള്ള 1500 കാര്യമല്ല. ആ സെന്റൻസ് വളരെ കൃത്യമായി പറഞ്ഞതിൽ നിന്നും അദ്ദേഹം അതിന്റെ ഇത് എയിം ചെയ്ത് എന്താണെന്ന് അറിയാം. അത് തന്നെയാണ് പറയുന്നത്. കള്ളപ്പണക്കാർ കൂട്ടിവെച്ച പണം, മാത്യു കുഴൽനാടൻ, കള്ളപ്പണക്കാർ കൂട്ടിവെക്കുക എന്ന് പറഞ്ഞാൽ ഒരു നികുതിയും കൊടുക്കാതെ അവരെ കൈവശം വെക്കുന്ന പണമാണ്. ഇവിടെ ചില IAS ഉദ്യോഗസ്ഥന്മാരുടെ വീട് റെയ്ഡ് ചെയ്ത് പിടിച്ചപ്പോൾ ലക്ഷക്കണക്കിന് കോടി രൂപ പിടിച്ചു. ഇതൊന്നും നികുതി കൊടുക്കാത്ത പണമാണ്. അങ്ങനെയുള്ള കള്ളപ്പണക്കാരായിട്ടുള്ള ആളുകൾ, വലിയ വലിയ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ, വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ, അവരുടെയൊക്കെ വീടുകളിൽ കള്ളപ്പണമായി സൂക്ഷിച്ച പണം, ആ പണം നികുതി കൊടുക്കാത്ത പണമാണ്. ആ പണം ഒന്നുകിൽ ബാങ്കിലേക്ക് എത്തണം, അല്ലെങ്കിൽ ആ പണം കടലാസിന്റെ വില പോലും ഉണ്ടാവില്ല. എന്താ സംശയം? അത് ബാങ്കിലേക്ക് എത്തിയില്ലെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് കടലാസിന്റെ വില പോലും ആകാതിരിക്കാൻ അങ്ങനെ പറഞ്ഞില്ല. ബാങ്കിലേക്ക് എത്തിയാൽ നികുതി മേടിക്കും ഒരാൾ. ഉദാഹരണമായിട്ട് അല്ലല്ല, ബാങ്കിലേക്ക് എത്തിയില്ലെങ്കിൽ നിങ്ങൾ നികുതി കൊടുക്കേണ്ടി വരും എന്നല്ലേ പറയുള്ളൂ. അല്ല, അങ്ങനെ പറയില്ല മാത്യു കുഴൽനാടൻ. നിങ്ങൾ ബാങ്കിലേക്ക് അങ്ങനെയല്ലല്ല, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണമായിട്ട് അങ്ങനെ വന്നപ്പോഴാണ് കടലാസിന്റെ വില പോലും ഉണ്ടാവില്ല എന്ന് ബോധ്യം വന്നപ്പോഴാണ് രാജ്യത്തിലെ ആയിരക്കണക്കിന് ജൻധൻ അക്കൗണ്ടിലേക്ക് ഈ പണം വന്നിട്ടുള്ളത്. എങ്ങനെയാ ജൻധൻ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത്? ജൻധൻ അക്കൗണ്ടിലേക്ക് വന്നത് അവനവന്റെ കയ്യിലുള്ള പണത്തിന് കടലാസിന്റെ വില പോലും ഉണ്ടാവില്ല എന്ന് ബോധ്യമായപ്പോൾ അപ്പോഴാണ് ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുള്ളത്. ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ അക്കൗണ്ടുകളിലേക്കെല്ലാം വന്നിരിക്കുന്ന തുകയുടെ വ്യത്യസ്ത കണക്ക്, ആ കണക്ക് കൃത്യമായി എന്തായാലും ആർക്കും പറയാൻ സാധിക്കില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ കണക്കുകൾ വെളിപ്പെടുത്തുന്ന ഒരു ധവളപത്രം പുറപ്പെടുവിക്കുകയോ മറ്റോ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതും. മാത്യു ചോദിച്ചോളൂ. ഹസൻ, ഒരു ചോദ്യം. അതായത് രമേശ്, നിങ്ങളിപ്പോ കള്ളപ്പണം വലുതായി പിടിച്ചെടുക്കും, നികുതി പിടിക്കുമെന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ 2000 രൂപ നോട്ട് വന്നതിന് ശേഷം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ച വാർത്ത 38 കോടി രൂപയുടെ 2000 രൂപ നോട്ട് പിടിച്ചെടുത്തു, 19 കോടി രൂപയുടെ 2000 നോട്ട് പിടിച്ചെടുത്തു, 8 കോടി രൂപയുടെ 2000 നോട്ട് പിടിച്ചെടുത്തു. ഞാൻ ചോദിക്കട്ടെ, അത് തടയാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങനെ ബാങ്കിൽ നിന്നല്ലാതെ 38 കോടി രൂപ ഒന്നിച്ച് പുറത്തേക്ക് പോവുമോ? അത് ഏതെങ്കിലും കള്ളപ്പണക്കാരൻ്റെ കയ്യിൽ എത്തപ്പെട്ടതല്ലേ? ഇന്ന് പിടിക്കപ്പെട്ടത് വിരലിൽ എണ്ണാവുന്ന ആളുകളാണെങ്കിൽ ഇതുപോലെ സൗകര്യപ്രദമായി കള്ളപ്പണം മാറിയെടുത്തത് കഴിഞ്ഞ 70 വർഷമായിട്ട് എല്ലാ ഗവൺമെന്റുകളും ഇത്തരത്തിൽ കള്ളപ്പണക്കാരെ തടയാൻ വേണ്ടി പല വഴികളും നോക്കിയിട്ടുണ്ട്. ചിലതൊക്കെ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഏത് സന്ദർഭം വരുമ്പോഴും ഏത് നിയമത്തെയും ദുരുപയോഗപ്പെടുത്താൻ ആളുണ്ടാകും. ഇപ്പോൾ ഇതെങ്ങനെയാ കണ്ടുപിടിച്ചതോ? ബാങ്ക് ഉദ്യോഗസ്ഥന്മാരെ പിടികൂടിയല്ലോ, റെയ്ഡ് ചെയ്യപ്പെട്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഡോക്ടർ മാർട്ടിൻ, ഈ പറഞ്ഞ സാഹചര്യം, ഈ പറഞ്ഞ 4200 കോടി രൂപ അൺഅക്കൗണ്ടഡ് മണി ആയിട്ടുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് കൂടുതൽ ഈ തുകയുടെ കണക്ക് കൂടുതൽ വലുതായി വരും. 1.5 ലക്ഷം അക്കൗണ്ടുകളിലേക്ക് 4.5 ലക്ഷം കോടിയോളം തുക വന്നിരിക്കുന്നു. ആ തുക ആരുടേതാണെന്ന് കണ്ടെത്തും. ഇത്തരം പ്രഖ്യാപനങ്ങളുണ്ട്. ഒപ്പം നികുതി വരുമാനം വർദ്ധിച്ചു എന്ന ധനമന്ത്രിയുടെ പ്രഖ്യാപനമുണ്ട്. ഇതിനോട് ചേർത്താണ് അവതരിപ്പിക്കുന്നത്. അതിന് കാരണം മറ്റു പല കാരണങ്ങളും പിന്നീട് സാമ്പത്തിക വിദഗ്ധർ പറയുന്നുണ്ടെങ്കിലും അതിനെയും ഇതിനോട് ചേർത്താണ് അവതരിപ്പിക്കുന്നത്. ഈ നിലയ്ക്ക് കുറേ നേട്ടം പറയാൻ, അതായത് 50 ദിവസത്തിനപ്പുറം അങ്ങേയറ്റത്തെ ദുരിതമായിരിക്കും എന്ന നിലയ്ക്കല്ല, ഇങ്ങനെ ചില നേട്ടങ്ങൾ പറഞ്ഞു വയ്ക്കാൻ കഴിയുന്നുണ്ട് എന്നത് ഒരു മെച്ചമല്ലേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം? അല്ല, എന്താണെന്നറിയോ, എനിക്കും സമയം തരണം. അത് വളരെ ഒരു ജെനുവിൻ ഡിമാൻഡാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത്, ആദ്യത്തെ ഒരു വാദം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് പണത്തിന് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞൊരു വാദം എന്തൊരു അസംബന്ധമാണ്. നമ്മൾ ചുറ്റുപാടും നിരീക്ഷിച്ച് കഴിഞ്ഞ് തീർന്നാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ആളുകൾക്ക് പണം കിട്ടാനില്ല.
ഏതാണ്ട് 40 ലക്ഷത്തിലധികം ഏതാണ്ട് അരക്കോടി തൊഴിൽ തന്നെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇത് കാണുന്നില്ലേ? ഇത് പിന്നീട് ഇൻഫോർമൽ ലേബർ എന്ന് പറയുന്ന വളരെ അസംഘടിതരായിട്ടുള്ള സാധാരണ തൊഴിലാളികളുടെ തൊഴിലാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏതാണ്ട് 60% ആളുകൾ തിരിച്ചു പോയിരിക്കുന്നു. കല്യാണ ആവശ്യത്തിന്, അടിയന്തര ആവശ്യങ്ങൾക്ക് ഒന്നും തന്നെ ആളുകൾ പണം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാനിതിനെ കാണുന്നത് പിന്നീട് വെനിസ്വല ചിലപ്പോൾ ആവർത്തിക്കപ്പെടുമോ എന്നുള്ളതാണ്. ഏതാനും മാസങ്ങൾ കൂടി പോയി കഴിഞ്ഞ് തീർന്നാൽ വെനിസ്വല ആവർത്തിക്കപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു കാര്യം ഈ പിന്നീട് ഡിമോണിറ്റൈസേഷനിൽ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതിൻ്റെ ഈ പ്രത്യാഘാതങ്ങളുടെ അളവും പ്രത്യാഘാതത്തിൻ്റെ ആധിക്യവും ഈ ഷോർട്ട് പീരീഡിൻ്റെ അളവുമാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്. ഇപ്പം 50 ദിവസം കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ച് ഫലം ഉണ്ടാകുമായിരുന്നു. അത് നമുക്ക് ഉണ്ടാകുന്നില്ല. ഇതൊരു 6 മാസത്തേക്ക് നീളുമ്പോൾ 3 മാസത്തിനപ്പുറം പോയി കഴിഞ്ഞ് തീർന്നാൽ എത്ര തരം എഫേർട്ട് എടുത്തു കഴിഞ്ഞാലും ഡിമോണിറ്റൈസേഷന് തിരിച്ച് നല്ല ഫലങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് ഡിമോണിറ്റൈസേഷൻ സക്സസ്ഫുൾ ആകണമെങ്കിൽ അതിന് ഹോംവർക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഈ ഷോർട്ട് പീരീഡ് എന്ന് പറയുന്ന ആ പീരീഡിൻ്റെ അളവ് കുറയ്ക്കണം. അത് 3 പീരീഡോ 3 മാസമോ 50 ദിവസമോ 3 ആഴ്ചയിലേക്ക് ചുരുക്കുമ്പോൾ അത് വിജയിക്കാനുള്ളൊരു സാധ്യത വരും. രണ്ടാമതായിട്ട് അതിൻ്റെ പ്രത്യാഘാതം കുറയ്ക്കണം. ആ പ്രത്യാഘാതം കുറയ്ക്കുന്നതിന് എന്താണ്? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു തീർന്നാൽ കേരളത്തിൽ ഇപ്പോൾ സഹകരണ മേഖലകളെ പോലും വിശ്വാസത്തിലെടുത്തിട്ടില്ല. അങ്ങനെ ഏതെല്ലാം സ്ഥാപനങ്ങളുണ്ടോ, അതിന് സാധ്യതയുണ്ടോ, അതെല്ലാം വിനിയോഗിച്ചു കൊണ്ടിട്ട് അവരെല്ലാം വിശ്വാസത്തിലെടുത്തുകൊണ്ട് എല്ലാ ജനങ്ങൾക്കും ഇതിൻ്റെ ബെനഫിറ്റ് എത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇതുകൊണ്ട് ഗുണമുണ്ടാകുമായിരുന്നു. ഇനി പ്രധാനപ്പെട്ട ചോദ്യമായ ഈ 4100 കോടി രൂപ കള്ളപ്പണം കണ്ടെത്തിയിരിക്കുന്നു പറയുന്നത് വളരെ തമാശയുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏത് കണക്കെടുത്ത് നോക്കിയാലും 1.25 ലക്ഷം കോടിയിൽ താഴെ ആരും കണക്ക് പറയുന്നില്ല കള്ളപ്പണത്തിൻ്റെ. അതിൻ്റെ എത്ര ശതമാനം വരും? 2, പ്രൊഫസർ അരുൺകുമാറിൻ്റെ പഠനപ്രകാരം ഏറ്റവും ശാസ്ത്രീയമായിട്ട് കള്ളപ്പണത്തെക്കുറിച്ച് പഠിച്ച വ്യക്തി അദ്ദേഹമാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മൊത്തം GDPയുടെ 62% കള്ളപ്പണം വരുന്നത്. അപ്പോഴത് ഇതിൻ്റെ എല്ലാം അടുത്ത് നോക്കിയാലും നമുക്ക് ഈ 4100-200 കോടി രൂപ ഒന്നുമാകുന്നില്ല. ഇനി കണ്ടെത്താൻ പോകുന്ന 4.25 ലക്ഷം ജൻധൻ അക്കൗണ്ടിലുള്ളതിൽ എത്ര കണ്ടിട്ടുള്ള കള്ളപ്പണം ഉണ്ടാകുമെന്നുള്ളതാണ്. അത് കാലം പറയേണ്ടതാണ്. നമുക്കതിൽ കൂടുതലുണ്ടെങ്കിൽ സന്തോഷിക്കാം, അതൊരു നേട്ടമായിട്ട് തന്നെ കാണാൻ കഴിയും. പക്ഷേ നമ്മൾ പറയുന്ന കണക്കുകളൊന്നും തന്നെ എവിടെ നിന്ന് കിട്ടിയെന്നും അതേസമയം മറിച്ച് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്ന കണക്കുകൾ എവിടെ നിന്ന് കിട്ടിയെന്ന് പറയാനും അവർ തയ്യാറാകുന്നില്ല. എങ്ങനെ ഈ 4 ലക്ഷം കോടി രൂപ അല്ലെങ്കിൽ 4.25 ലക്ഷം കോടി രൂപ കള്ളപ്പണമാണെന്ന് ഇവർക്ക് പറയാൻ കഴിയും? അത് കാലം തെളിയിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി തീർച്ചയായിട്ടും ഒരു കൺവിക്ഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്കത് പറയാൻ കഴിയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം. പക്ഷെ കണക്കുകൾ, അതിൻ്റെ അടയാളങ്ങൾ അതെല്ലാം കാണിക്കുന്നത് ഇതൊരു പരാജയമായിട്ട് തന്നെയാണ്. ജനങ്ങൾ ദുരിതപർവ്വത്തിലാണ്. അവർക്ക് എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. അത് ഒരു തരത്തിലും മാറുന്നില്ല. അത് മാറ്റാനുള്ള നടപടികൾ ഒന്നും തന്നെ നമുക്ക് കാര്യം. കാരണം ഈ 3 പേരും നമുക്ക് എതിർത്ത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഓരോ ആൾക്കാർ പറയുന്ന അത് അന്നേരം അവസരം കിട്ടാത്തതുകൊണ്ടല്ല, 3 ഒരുമിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന സാങ്കേതിക ബുദ്ധിമുട്ട. ഞാൻ അദ്ദേഹം പറഞ്ഞോട് പറയാം. അദ്ദേഹം പറഞ്ഞു, ഒന്ന് പണത്തിന്റെ ദൗർലഭ്യം ഇല്ല എന്ന്. ഞാൻ പണത്തിന്റെ ദൗർലഭ്യം ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ. പണത്തിന്റെ ദൗർലഭ്യമുണ്ട്, ഇല്ല എന്ന് പറഞ്ഞാൽ അത് കണ്ണടച്ചിട്ടലക്കലാകും. പണത്തിന്റെ ദൗർലഭ്യമുണ്ട്. ഞാൻ പറഞ്ഞത് ലഘൂകരിച്ചു വരുന്നു. അല്ലല്ല, ഞാൻ ഉപയോഗിച്ച പദമുണ്ട് സർ. ലഘൂകരിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് മലയാള ഭാഷയിൽ ഏത് നിഘണ്ടുവിൽ അങ്ങ് പഠിച്ചത്? ഒരു കാര്യം ലഘൂകരിക്കുക അങ്ങനല്ല, അങ്ങനെ പറഞ്ഞു പോകരുത്. ഞാൻ വളരെ സഭ്യമായിട്ടാണ് പറഞ്ഞത്. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് മിതത്വമുണ്ട്, ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് അർത്ഥമുണ്ട്. ലഘൂകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ മോണിറ്ററൈസേഷൻ ആരംഭിച്ചതിന് ശേഷം ATM-ൽ പണമില്ലായിരുന്നു, പണം കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സംഭവം ലഘൂകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ തൊട്ടു താഴെ ഈ മാതൃഭൂമി ചാനലിലെ ഓഫീസിലെ തൊട്ടു താഴെയുള്ള അനുഭവത്തിന്റെ ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം 4200 കണക്ക് പറഞ്ഞു. 4200 ഈ 4200 കണക്കെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ IT ഡിപ്പാർട്ട്മെന്റിന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ബാക്കി ഇനി 2.5 ലക്ഷം രൂപക്ക് മേലെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ സോഴ്സ് വെളിപ്പെടുത്താനും അത് അന്വേഷിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നേ ഉള്ളൂ. ഈ ഒരു ഘട്ടത്തിലും അത് ആരംഭിച്ചിട്ടില്ല.
ആ 2.5 ലക്ഷം രൂപയ്ക്ക് മേലെ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ളവരുടെ സോഴ്സുകളെ കുറിച്ച് അറിയുമ്പോഴാണ് അതിൽ എത്ര കള്ളപ്പണം ഉണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെ കള്ളപ്പണം എന്ന് പറഞ്ഞാൽ അത് നികുതി അടക്കാത്ത പണമാണ്. റിസർവ് ബാങ്കിന്റെ കണക്കനുസരിച്ച് തന്നെ കഴിഞ്ഞ പ്രാവശ്യം റിസർവ് ബാങ്ക്, അതായത് ഈ പ്രക്രിയയൊക്കെ ആരംഭിക്കുന്ന മുമ്പ് തന്നെ പറഞ്ഞു റിസർവ് ബാങ്ക് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച 50% റിസർവ് ബാങ്ക് തന്നെ പറഞ്ഞു.